ഓപ്പറേഷൻ നംഗോറിന്റെ ഭാഗമായി കൊച്ചി കുണ്ടന്നൂരിൽ നിന്ന് പിടിച്ചെടുത്ത ലാൻഡ് ക്രൂയിസർ വാഹനം മലയാളിയുടേതെന്ന സംശയം. അസം സ്വദേശി മാഹിൻ അൻസാരിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വ്യാജ മേൽവിലാസത്തിലെന്ന കസ്റ്റംസിന് സംശയം. ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ മാഹിനെ കസ്റ്റംസ് സമൻസ് കൊടുത്തു. വ്യാജ മേൽവിലാസം നൽകി വാഹനമിറക്കിയത് ഒരു മൂവാറ്റുപുഴക്കാരനാണ് ഇന്നിപ്പോൾ സംശയം വന്നിരിക്കുന്നു. കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, ഈ മൂവാറ്റുപുഴക്കാരനെ കണ്ടെത്താൻ കഴിഞ്ഞോ? ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് നിലവിൽ ഇപ്പോൾ കസ്റ്റംസ് ഉള്ളത്. ഇന്നലെ തന്നെ കസ്റ്റംസ് വ്യക്തമാക്കുന്നു കേരളത്തിന് ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഫസ്റ്റ് ഓണർ വാഹനം പിടികൂടുക എന്നുള്ളത്. കാരണം നേരത്തെയൊക്കെ തന്നെ ഈ രേഖകൾ അവ്യക്തതയുള്ള വാഹനങ്ങളെല്ലാം തന്നെ അത് 2 3 അല്ലെങ്കിൽ 4 ആളുകളിൽ നിന്ന് കൈമാറിയ ശേഷമാണ് വന്നത്. പക്ഷേ ഇന്നലെ കണ്ടെത്തിയ വാഹനം, അത് കുണ്ടന്നൂരിലെ വർക്ക്ഷോപ്പിൽ നിന്ന് കണ്ടെത്തിയ വാഹനം ലാൻഡ് ക്രൂസർ, അത് ഫസ്റ്റ് ഓണർ വാഹനമാണ്. അതൊരു അടിമുടി ദുരൂഹത ഉണ്ടെന്ന് ഇന്നലെ തന്നെ കസ്റ്റംസ് വ്യക്തമാക്കിയിരുന്നു. ഇന്നിപ്പോൾ വിശദമായ പരിശോധനയിലാണ് അത് മലയാളിയുടെ തന്നെ സംശയം ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. എറണാകുളം മൂവാറ്റുപുഴ സ്വദേശി മാഹിൻ അൻസാരിയുടെ വാഹനമാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. വാഹനത്തിന്റെ എഞ്ചിൻ നമ്പറും ചേസിസ് നമ്പറും പരിശോധിച്ചപ്പോഴാണ് യഥാർത്ഥ ഉടമയെ കണ്ടെത്തിയത്. ഇയാൾ അസം മേൽവിലാസത്തിൽ, അസം സ്വദേശിയുടെ മേൽവിലാസത്തിൽ അരുണാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത വാഹനമാണ് കേരളത്തിൽ ഇറക്കിയത്. നിലവിൽ ഇപ്പോൾ ഈ കസ്റ്റംസിന്റെ ഇത്തരം ഒരു നീക്കം നടക്കുന്നു എന്ന് മനസ്സിലാക്കിയ തുടർന്നാണ് ഇയാൾ കുണ്ടന്നൂരിലെ വർക്ക്ഷോപ്പിൽ 2 ആഴ്ച മുന്നേ ഈ വാഹനം കൊണ്ടിട്ടതും അതിനുശേഷം നിറമാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടും നിലവിലിപ്പോൾ ആ വാഹനത്തിന്റെ നിറം വെള്ളയാണ്, അത് ബ്ലാക്ക് ആക്കണമെന്നാണ് വർക്ക്ഷോപ്പിലേക്ക് ആവശ്യപ്പെട്ടതെന്നാണ് ഇപ്പോൾ കസ്റ്റംസ് വ്യക്തമാക്കുന്നത്. അങ്ങനെ അടിമുടി ദുരൂഹതയുള്ള വാഹനം ഇത് എവിടെ നിന്ന് കൊണ്ടുവന്നു, വിദേശത്ത് നിന്ന് നേരിട്ട് അസം ഇറക്കിയതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. എന്തിന് വ്യാജ മേൽവിലാസത്തിൽ ഇറക്കി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഇനി ഈ സംഘത്തിന്, അതായത് നേരത്തെ കസ്റ്റംസ് സൂചിപ്പിച്ച പോലെ തന്നെ കോയമ്പത്തൂരിലെ റാക്കറ്റുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ മാഹിൻ അൻസാരിയെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ വിശദമായ അന്വേഷണം പോവുകയാണ്. ആ ഒരു നിലയിൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ നിർണായക വിവരങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റുമെന്നാണ് ഇപ്പോൾ കസ്റ്റംസ് വ്യക്തമാക്കുന്നത്. എന്തായാലും അടിമുടി ദുരൂഹതയാണ് ഈ ലാൻഡ് ക്രൂസർ വാഹനം, അത് മലയാളിയുടേതാണെന്നൊരു നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘമുള്ളത്. സ്വദേശിയായ മാഹിൻ അൻസാരിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത വാഹനം 2 ആഴ്ച മുമ്പാണ് ഇവിടെ എത്തിച്ചതും അതിനുശേഷം നിറമാറ്റം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.